ദിവസവും ഓരോ മൂഡാണെന്ന് ചിലരൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെയാണ് ട്ടോ എനിക്ക്. ചില ദിവസം എനിക്ക് നല്ല മൂഡാണെങ്കിൽ ഞാൻ നിറയെ എന്താ കാണുന്നത് വെച്ചാൽ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഓരോ റെസിപ്പി ഉണ്ടാക്കും. എന്നാൽ ചില ദിവസം എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അതുപോലൊരു മടിയുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് ട്ടോ. ഇന്നലെ ചക്ക ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചക്ക വെച്ചിട്ട് അട ഉണ്ടാക്കി. അതുപോലെ തന്നെ ഞാൻ പഴം ഇരിക്കുന്നത് കണ്ടു. പഴം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കഴിക്കും, എന്നാൽ ചിലപ്പോൾ ആരും കഴിക്കില്ല. അപ്പോൾ അത് അവിടുന്ന് വെറുതെ ഇരുന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഞാൻ 2 പഴം കണ്ടപ്പോൾ ആ 2 പഴം എടുത്തിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട് ട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതാ ഈ ഒരു കപ്പിന് അര കപ്പ് അളവിൽ ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ശർക്കര പാവ് കാച്ചി ഒഴിക്കുന്നവരുണ്ട്, അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ഒഴിക്കുക. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുത്തിട്ട് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ശർക്കര എന്താ ചെയ്ത് വെച്ചാൽ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ ഉരൽ വെച്ച് ഉടച്ചെടുത്തു. അതുകൊണ്ടാണ് നമുക്ക് മിക്സിയിലിട്ട് ഇങ്ങനെ ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു പാവ് കാച്ചിട്ട് ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ആ എടുത്ത കപ്പിനെ തന്നെ അരക്കപ്പ് അളവിൽ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാവ് കാച്ചാണ് ചെയ്യുന്നത് ശർക്കര എങ്കിൽ അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അത് വെള്ളം പോലെയാണല്ലോ. അപ്പോൾ അത് വെച്ച് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ കപ്പിന് തന്നെ 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി, അതുപോലെ അരക്കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ചെറിയ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും പൊടിയൊന്നും പാടില്ല, നല്ലപോലെ തന്നെ മിക്സ് എടുക്കുക. ഒരു കട്ടിക്ക് തന്നെ ആട്ടോ ഈ മാവ് ഇരിക്കേണ്ടത്, നല്ല കട്ടിക്ക് ആവരുത്, എന്നാൽ നമുക്ക് മുക്കി ഒഴിക്കാൻ പാകത്തിനുള്ളൊരു കട്ടിക്കാണ് ഈ മാവ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ലൂസായിട്ട് അല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു പൊടിക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസായി കൊടുക്കുക. ഈ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് ഇരിക്കേണ്ടത് കേട്ടോ. ഒരു ഉണ്ണിയപ്പം പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പമാണിത്. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ നമ്മൾ മാവ് ഇരുന്നോട്ടെ. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ അത് അടച്ച് വെച്ച് ഞാൻ അപ്പം ഉണ്ടാക്കുന്നില്ല, വൈകുന്നേരത്തേക്കാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് അടച്ച് വെച്ചിട്ട് ഞാൻ 5 മണിക്കാട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാട്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. നമുക്ക് ലൂസാക്കിയിട്ട് മാവായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അപ്പം കിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിതാ ഇനി അടുപ്പത്തൊരു കാരച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഓയിലല്ല കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മളിതാ ഓരോ തവി വീതം ഇത് നമ്മൾ മാവ് മുക്കി ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഒരു ഭാഗം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മളതാ ഈ അപ്പമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരും കേട്ടോ. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ ഒരു ഉണ്ണിയപ്പം പോലെ തോന്നുമെങ്കിലും ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റേ അല്ലാട്ടോ, അത് വേറെ ടേസ്റ്റാണ്. നല്ല മധുരവും പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന മക്കൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിശന്നിട്ടല്ലേ വരിക. അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും വെറൈറ്റി ആക്കി ഉണ്ടാക്കി കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ ഹെൽത്തി ഫുഡാണ്, വീട്ടിലെ ഭക്ഷണം കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനി പഴം ബാക്കി ഉണ്ടെങ്കിൽ അത് കളയണ്ട. അതുകൊണ്ട് ഇതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല മധുരമൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പം കഴിക്കുന്നതിനേക്കാൾ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഇത് എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ 2-3 എണ്ണം പിന്നെ എടുത്ത് കഴിച്ചു. ഇത് നമ്മൾ ഈ മാവ് കൊണ്ട് നമ്മൾ 20 അപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ 2 അപ്പേ ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങളിത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ. ഞാനിപ്പോൾ ചൂടോടെ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, ഇത് അധികം ഹാർഡോ ഒന്നും ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.